നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പായസമാണ്. അതിനുവേണ്ടി മുഴുവനെയുള്ള ഗോതമ്പ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു വലിയ ഉണ്ട ശർക്കര, 1 ടേബിൾ സ്പൂൺ എള്ള്, 3-4 ഏലക്ക ചതച്ചത്, തേങ്ങാക്കൊത്ത് 1 ടേബിൾ സ്പൂൺ, കുറച്ച് നട്ട്സും കിസ്മിസും, 2-3 ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ തേങ്ങാപ്പാൽ വേണം. തേങ്ങയുടെ 2-ാം പാൽ 2.5 കപ്പുണ്ട്, 1-ാം പാൽ 1.5 കപ്പും, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം. ഗോതമ്പ് തലേന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം, എന്നിട്ട് വേണം വേവിക്കാൻ. 1 കപ്പ് വെള്ളം ചേർത്ത് പ്രഷർ കുക്കറിൽ 3-4 വിസിൽ വരുന്നിടം വരെ വേവിക്കാം. അങ്ങനെ വേവിച്ചെടുത്തതാണിത്. നമുക്കിനി ഇത് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ശർക്കര കുറച്ച് വെള്ളത്തിൽ ഉരുകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഉരുകിയതിന് ശേഷം അത് അരിച്ചെടുക്കാം. ശർക്കര ഉരുകിയിട്ടുണ്ട്. നമുക്കിനി അതൊരു കടായിലേക്ക് അരിച്ചൊഴിക്കാം. നമുക്കിതിലേക്കിനി വേവിച്ച് ചതച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് ചേർക്കാം. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇത് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി 2-ാം പാൽ ചേർക്കാം. ഇനി ഇതൊന്ന് കുറുകി വരണം. അതിനുശേഷം നമുക്ക് 1-ാം പാൽ ചേർക്കാം. രണ്ടാം പാൽ ഒഴിച്ചത് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി 1-ാം പാൽ ചേർക്കാം. നമ്മൾ 1-ാം പാൽ ചേർത്ത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങാക്കൊത്തിടാം. തേങ്ങാക്കൊത്ത് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നട്ട്സ് ഇടാം. നമുക്കിനി കിസ്മിസ് വെള്ളം കൂടി ചേർക്കാം.
ഇനി ഇത് പായസത്തിലേക്ക് ചേർക്കാം. ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്.